രാവിലെ ഇവരുടെ റൂമിൽ കയറി നിങ്ങളല്ലേ? അങ്ങോട്ട് മാറി. ഞാൻ എടുത്തിട്ടില്ല സാറേ, സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. നിങ്ങള് റൂമിലും ബാഗിലൊക്കെ ശരിക്കും നോക്കിയിരുന്നു? നോക്കിയായിരുന്നു സാർ, അവിടെ എങ്ങും ഇല്ല. സാർ അത് മോഷണം പോയതാ, എനിക്ക് ഉറപ്പാ. ഞാനത് എവിടെയാ വെച്ചെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ റിംഗ് ഇൻഷുർ ചെയ്തിട്ടുണ്ടോ? ഇല്ല സാർ. ഇല്ല, ഉണ്ട്. ഇൻഷുർ ചെയ്തിട്ടില്ല. ഇല്ല സാർ. ഈ റിംഗിന്റെ ഫോട്ടോ എല്ലാം ഉണ്ടോ കയ്യിൽ? ഫോട്ടോസ് അതിന്റെ മാത്രമായിട്ടില്ല സാർ. ദേ ഈ ഫോട്ടോയിൽ ക്ലിയർ ആയിട്ട് കാണാം. നോക്കട്ടെ, താനോട് മാറി. എന്തായാലും ഞങ്ങൾക്ക് നിങ്ങളുടെ ബാഗ് റൂമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അല്ലേ സാറേ? അല്ല, ഇവരുടെ നോട്ടത്തിൽ എന്തെങ്കിലും പെശക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഷൈനി ചെക്ക് ചെയ്തോളൂ. അറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. 1-2 രൂപയുടെ മുതലല്ല, 4 ലക്ഷം രൂപയുടെ ഡയമണ്ട് റിംഗാ നഷ്ടപ്പെട്ടിരിക്കുന്നത്. സാർ ഞങ്ങൾ ഇന്ന് ചെക്ക് ഔട്ട് ചെയ്ത് പോകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഞങ്ങളിപ്പോ എന്താ ചെയ്യണ്ടേ? നിങ്ങള് സ്റ്റേഷനിലേക്ക് വാ, കേസ് രജിസ്റ്റർ ചെയ്യാം. സാറേ ഒന്നിങ്ങ് വന്നേ. കിട്ടിയോ? ഷൂസ് ഒന്നൂരി. സോറി, ആ ഷൂസ് ഒന്നൂരാ. ആ ഷൂസ് ഊരടോ. ഇവിടെ തടോ. അയാളാ മോതിരെടുത്തതെന്ന് എനിക്ക് തോന്നിയതേ ഇല്ല. നിനക്കെന്താ അവനെ സംശയം തോന്നാൻ കാരണം? അവൻ പാപ്പരാണെന്ന് അവന്റെ കാർ കണ്ടപ്പോഴും എനിക്ക് തോന്നി സാറേ. 10-40 ലക്ഷം രൂപ വിലയുള്ള കാറിന്റെ 4 ടയറും മുട്ട. കാശില്ലാത്തോണ്ട് അവന്റെ 2 കാർഡും റിജക്ട് ചെയ്യുന്ന ആ റിസപ്ഷനിലെ പയ്യൻ പറഞ്ഞപ്പോ എനിക്കൊരു ഡൗട്ട് തോന്നി. പിന്നെ ആ പാവം ചേച്ചി ഇന്ന് കിളിയില്ലാന്ന് വിറക്കണ കണ്ടപ്പോ അവരല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതെനിക്ക് മനസ്സിലായിരുന്നു സാറേ. പക്ഷെ ഉറപ്പിച്ച അതുകൊണ്ടല്ല കേട്ടോ. ഞാൻ ആ ഫോട്ടോ നോക്കാൻ വേണ്ടി അവന്റെ ഫോൺ മേടിച്ചില്ലേ, അപ്പൊ ചുമ്മാ സെർച്ച് ഹിസ്റ്ററി ഒന്ന് കയറി നോക്കി. താണ്ട കിടക്കുന്ന ഡയമണ്ട് പ്രൈസ് കാൽക്കുലേറ്ററും ഡയമണ്ട് റീസെയിൽ വാല്യൂ ഒക്കെ. പിന്നെ ഇവനിത് എവിടെ ഒളിപ്പിച്ചിരിക്കുന്നത്, ഇവനും ഇവന്റെ കെട്ടികളും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തതെന്നൊക്കെ നമ്മുടെ ഷൈനിയുടെ നമ്പറിൽ നിന്നും കിട്ടി. അയാളൊരു മണ്ടനായിട്ട് രക്ഷപ്പെട്ടു. മണ്ടനായതുകൊണ്ടൊന്നല്ല, അയാളൊരു പ്രൊഫഷണലായ കള്ളനല്ലാത്തത് കൊണ്ടാ. പൈസക്ക് അത്യാവശ്യം വന്നപ്പോ തോന്നിയ ഒരു അതിബുദ്ധി. അത് ഏത് ബുദ്ധിമാൻ ചെയ്താലും ഇങ്ങനെ സംഭവിക്കും. കണ്ടു പഠിക്കാൻ നോക്ക്.